പ്രത്യാശയോടും നിറഞ്ഞ വിശ്വാസത്തോടും കൂടെ നമുക്ക് ദൈവപാദവട്ടങ്ങളായിരിക്കാം. 73-ാമത്തെ സങ്കീർത്തനം 25-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. ആസാഫ് ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്ന തൻ്റെ കുറേ സങ്കടങ്ങളും സങ്കടത്തിന് ശേഷം ദൈവിക ഇടപെടലുകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ താൻ പറയുന്ന പ്രത്യാശയുടെ വാക്കുകളുമാണ് 73-ാമത്തെ സങ്കീർത്തനം. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. സ്തോത്രം. സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. അപ്പം ദൈവമാണ് സ്വർഗത്തിലുള്ളത്. ആ ദൈവം എനിക്ക് നല്ലവനാണ്. സ്വർഗത്തിൽ നീയല്ലാതെ എനിക്ക് മറ്റാരുമില്ല. 1. 2, ഈ ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമാണ്. സ്തോത്രം. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഒരേ മെത്തേഡിൽ, ഒരേ ചിന്താഗതിയിൽ ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഈ 2 സ്ഥലത്ത് നമുക്ക് വാസമുണ്ട്. ഈ ഭൂമിയിലും വാസമുണ്ട്, സ്വർഗത്തിലും വാസമുണ്ട്. ഈ ഭൂമിയിൽ വസിക്കുന്ന അല്പകാലം നമുക്ക് ആശ്രയിപ്പാനുള്ളത്, ആഗ്രഹിക്കാനുള്ളത് ദൈവത്തിൽ തന്നെയാണ്. ദൈവത്തിൽ തന്നെയാണ്. സ്തോത്രം. ഈ ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റാരെയും എന്ത് ചെയ്യുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാതാളത്തിൽ നിന്ന് വരുന്നവനെ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് വരുന്നവനെയാണ് നമ്മൾ ആഗ്രഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഞാനിന്ന് നോക്കുമായിരുന്നു എവിടെയെങ്കിലും സെറ്റോ സാരിയോ മുണ്ടോ വല്ലതും ഉണ്ടോ എന്ന്. സ്തോത്രം. നമ്മളൊക്കെ വളരെ വ്യത്യസ്തരായി കാണുന്നതിൽ വളരെ സന്തോഷം. ഇന്ന് ലോകം മുഴുവനും പാതാളത്തിൽ നിന്ന് വരുന്നവനെ ആഗ്രഹിക്കുന്ന ദിവസമാണ്. പാതാളത്തിൽ നിന്ന് വരുന്നവനെ ആഗ്രഹിക്കുന്ന ദിവസമാണ് ഓണം. സ്തോത്രം. അതൊക്കെ ഒരു കാലത്ത് നമ്മളൊക്കെ വളരെ അതിൻ്റെ മുമ്പിൽ ആവേശത്തോടെ നിന്നവരാണ്. ഇന്നൊക്കെ നമ്മുടെ വീടുകളുടെ മുമ്പിൽ വലിയ അത്തപ്പൂക്കളം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണത്? സ്തോത്രം. നല്ല സാത്താൻ എന്ന് പറയത്തില്ലേ, നല്ല കള്ളൻ എന്ന് പറയാറില്ലേ? നല്ല കള്ളനാണ്, എന്നാലും നല്ല കള്ളനാന്ന് പറയില്ല. അതുപോലെ തന്നെ ഒരു അസുരനായിരുന്നു ആര്? മഹാബലി. കേരളം വാണുകൊണ്ടിരുന്ന നല്ല അസുരൻ. ഈ അസുരന്മാരെല്ലാം സാത്താന്യ ശക്തികളെ കാണിക്കുന്നതാണ്. അവയെ നിഗ്രഹിച്ച് കളയാൻ, തുടച്ചു മാറ്റാനാണ് വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ. 10 അവതാരങ്ങൾ. സ്തോത്രം. അപ്പം മഹാബലി എന്ന് പറയുന്നത് ഒരു നല്ല അസുരൻ. തന്നെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തിയപ്പം ഒരു അനുഗ്രഹം കൊടുത്തു. വർഷത്തിൽ 1 പ്രാവശ്യം നിനക്ക് ഇവിടെ വന്ന് നിന്റെ ജനത്തെ ഒന്ന് കാണാം. ആ അസുരനെ വരവേൽക്കാൻ വേണ്ടിയാണ് തോരണങ്ങളും അത്തപ്പൂക്കൾ വിട്ട് കാത്തിരിക്കുന്നത്. തൂശനിലയിൽ
നല്ല സത്യവിഭവങ്ങൾ ഒരുക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണ്. നമ്മൾ കഴിക്കുന്നതേ ഉള്ളൂ. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് നമ്മൾ ജാതികളിൽ നിന്ന് വേർപെട്ടു വന്നത്. സ്തോത്രം. അതുകൊണ്ട് ഹാപ്പി ഓണം, ആശംസകൾ നോ. സ്തോത്രം. അതിനകത്തൊരു സന്തോഷം എനിക്കില്ല കേട്ടോ മക്കളെ. ഞാൻ എല്ലാവരും വാട്സാപ്പ് ഞാൻ അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഇഷ്ടം പോലെ വരും, നമുക്ക് ഇഷ്ടം പോലെ വരും. സ്തോത്രം. ഒന്നുമില്ല. ഇതിലെനിക്കൊരു സന്തോഷം ഇല്ല, ഇതിലെനിക്കൊരു ആനന്ദമില്ല. ഈ ഭൂമിയിൽ ഞാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാതാളത്തിൽ നിന്ന് വരുന്നവന് വേണ്ടിയല്ല, സ്വർഗത്തിൽ നിന്ന് വരുന്നവനാണ് എൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിനൊക്കെയാണ് പറയുന്നത് ജാതികളിൽ നിന്ന് വേർപെട്ടവർ. സ്തോത്രം. ഈ വേർപാട് എന്നുള്ളൊരു വിഷയം ഒരു സൺഡേ ഞാൻ എടുക്കുന്നുണ്ട്. വേർപാട് എന്നുള്ളൊരു വിഷയം. സ്തോത്രം. അതിനകത്ത് ഈ ആഭരണങ്ങളെല്ലാം ഉണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 28 പാലുകാച്ചിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അറിയാതെ ഇന്ന് എത്രയോ പേരാണ് അറിയാതെ പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് തിരിയുന്നത്. അറിയത്തില്ല. അവർ മശിഹാ തമ്പുരാൻ കിഴക്ക് നിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചാണ് മശിഹയെയാണ് അവർ ആരാധിക്കുന്നത്. ആ ചിന്താഗതിയാണ്. പക്ഷേ അതിനകത്ത് ഒരാരാധന മൂർത്തി മറിഞ്ഞിരിപ്പുണ്ട്. സ്തോത്രം. ഒരു അന്യാരാധന ശക്തി മറിഞ്ഞിരിപ്പുണ്ട്. അതാണ് സൂര്യൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെയുള്ള കുറേ തന്ത്രങ്ങൾ നമ്മുടെ ആരാധനയിൽ നിന്നും നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നിന്നും നമ്മെ തെറ്റിച്ച് കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ പിശാച് ചില തന്ത്രങ്ങൾ അവിടെ ഇവിടെയായി മറച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ വെളിപ്പെട്ട് കിട്ടുന്നതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് സ്വർഗത്തിൽ എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും ഒരു നന്മ, ഒരു വിടുതൽ, ഒരു സൗഖ്യം, ഒരു ഉയർച്ച എനിക്ക് വേണമെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു അനുഗ്രഹവും എനിക്ക് വേണ്ട. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആസാഫ് എടുത്ത ഒരു തീരുമാനമുണ്ട്. സ്തോത്രം. 27-28 വാക്യം വായിച്ചേ. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. നിന്നെ വിട്ട് പരസംഗം ചെയ്യാന്ന് പറഞ്ഞ അന്യ ആരാധനയ്ക്ക് ഒപ്പുവെക്കുന്നതിനാ പരസംഗം എന്ന് പറഞ്ഞു. അന്യ ദൈവങ്ങളെ സേവിക്കുന്നതിനാണ് പരസംഗം എന്ന് പറയുന്നത്. നിന്നെ വിട്ട് നീ സംഗ്രഹിക്കും. അത് നിത്യം നരകത്തിലേക്ക് ഇടുന്ന അനുഭവമാണ്. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. സ്തോത്രം. എപ്പോഴും എനിക്ക് എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത്. ചിലപ്പോഴൊക്കെ ചിന്തിച്ചു, ഈ ദൈവത്തെയൊക്കെ ഇട്ടെറിഞ്ഞ് പോയാൽ എന്താണ്? സ്തോത്രം. കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയതും എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതൊക്കെ വ്യർത്ഥമായി പോയെന്നൊക്കെ ആസാഫ് ഒരു സമയത്ത് പറഞ്ഞു. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, ഈ ആരാധന മധ്യത്തിൽ എന്നെ കാണത്തില്ല എന്നൊക്കെ ആസാഫ് പറഞ്ഞു. സ്തോത്രം. ആസാഫ് ചിന്തിച്ച കാര്യം ഇങ്ങനെയാണ്: ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നവരുമുണ്ട്, ദൈവത്തോട് അടുത്തു വസിക്കുന്നവരുമുണ്ട്. സ്തോത്രം. ദൈവത്തിൽ നിന്നും അകന്നു പോയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആസാഫിനെ കർത്താവ് വ്യക്തമായി ഗ്രഹിപ്പിച്ചു. ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന സകലരെയും ദൈവം എന്ത് ചെയ്യും? സംഗ്രഹിക്കും. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാകരുത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവം നമുക്ക് ഉണ്ടാകരുത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവം നമുക്കുണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
സ്തോത്രം. എപ്പോഴും ദൈവത്തോട് അടുത്തിരിക്കുക. സ്തോത്രം. അടുത്തിരുന്നാൽ സംഭവിക്കുന്ന കാര്യം എന്നറിയാവോ? നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ വർണ്ണിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നവർക്ക് ചില ദൈവ പ്രവൃത്തികൾ വർണ്ണിക്കാൻ ദൈവം അവസരം തരും. സ്തോത്രം. ദൈവത്തോട് അടുത്തിരിക്കുന്നവർക്ക് ദൈവപ്രവർത്തികളെ വർണ്ണിക്കാൻ ദൈവം അവസരം തരും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും സഭയിൽ. സ്തോത്രം. അതുകൊണ്ട് എത്ര പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ വന്നാലും ദൈവത്തോട് എന്ത് ചെയ്യരുത്? അകന്നു മാറരുത്. സ്തോത്രം. അകന്നു മാറരുത്. ദൈവത്തോട് അടുത്തിരിക്കണം. എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ് ആ ഡിസ്റ്റൻസ്. വളരെ എളുപ്പമാണ് ദൈവത്തിൽ നിന്ന് അകലാൻ, പക്ഷെ ദൈവത്തോട് അടുക്കാൻ വളരെ പ്രയാസമാണ്. സ്തോത്രം. അല്ല, അതുകൊണ്ട് ഈസിയായ കാര്യമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങൾ. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ ഭക്തൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. ദൈവത്തോട് അടുത്തിരിക്കുക. സ്തോത്രം. ദൈവത്തോട് അടുത്തിരിക്കുന്നവർ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ എന്ത് ചെയ്യും? വർണ്ണിക്കും. അവരാർക്കും വായിൽ ഉത്തരമില്ലാതെ പോകത്തില്ല. ചില ചോദ്യത്തിനൊക്കെ ഉത്തരം എന്ത് ചെയ്യും? ദൈവം നിൻ്റെ വായിൽ തരും. ഇന്നത്തെ നിൻ്റെ അനുഭവങ്ങൾ ദൈവം ചെയ്യും, ദൈവം മാറ്റും. അതുകൊണ്ട് ഈ സഭായോഗത്തിൽ ദൈവത്തോട് അടുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് അടുത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം എന്ന് വായിച്ചേ. സ്തോത്രം. പ്രവാചകനായ യിരെമ്യാവിലൂടെ ദൈവം ചോദിക്കുകയാണ്, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ? ഞാൻ ദൂരസ്ഥനായ ദൈവമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. സമീപസ്ഥനായ ദൈവം. ആരാണോ ദൈവത്തോട് അടുത്തിരിക്കുന്നത് അവർക്ക് ദൈവം ആരാ? സമീപസ്ഥന. സ്തോത്രം. അടുത്തിരിക്കുന്നവരോട് ദൈവം, കർത്താവ് അതുകൊണ്ട് പറഞ്ഞത്, എന്നോട് അടുത്തു വരുവിൻ എന്ന് ഞാൻ നിങ്ങളോടും അടുത്തു വരും. സ്തോത്രം. ആ ഒരു വ്യവസ്ഥ എന്നും ഉണ്ട്. എന്നോട് അടുത്തു വരുവീൻ എന്നാൽ ഞാൻ നിങ്ങളോടും അടുത്തു വരും. അപ്പോൾ ദൈവം പറയുന്ന പ്രവാചകനോട് ചോദിക്കുകയാണ്, ഞാൻ സമീപസ്ഥനായ ദൈവമാണോ? ഞാൻ ആരാ? നിന്നെ വിട്ട് എത്ര ദൂരെ പോകാമോ അത്രയും ഞാൻ നിന്നെ അകന്നു പോകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവം യിരെമ്യാവിലൂടെ ഇങ്ങനെ ഇസ്രായേൽ ജനത്തോട് പറയാൻ കാരണം? ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും മോശമായ കാലഘട്ടമായിരുന്നു യിരെമ്യാവിൻ്റെ കാലഘട്ടം. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വഷളത്വം നിറഞ്ഞ കാലഘട്ടം. സ്തോത്രം. അവർ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവിക കാര്യങ്ങളിൽ അല്പം പോലും താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടം. ശ്രദ്ധിക്കണം. ദൈവിക കാര്യങ്ങൾക്കൊന്നും വലിയ ഒരു താല്പര്യമില്ലാത്ത കാലഘട്ടം. സ്തോത്രം. ദൈവിക വിഷയത്തിനൊക്കെ എത്രമാത്രം ഒഴിവുകഴിവുകൾ പറയാമോ, ലീവ് എടുക്കാമോ, അതിന്മേൽ എത്രമാത്രം വിലകൾ കൽപ്പിക്കാതിരിക്കാമോ, അങ്ങനെയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് യിരെമ്യാവ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവര് മത്സരഗ്രഹങ്ങളായിരുന്നു. പ്രവാചകൻ പറഞ്ഞാലും പുരോഹിതൻ പറഞ്ഞാലും എത്ര ദൈവപ്രവൃത്തി കണ്ടാലും മനം തിരിയാത്ത കഠിന ഹൃദയമുള്ള മത്സരഗ്രഹമുള്ള ഒരു തലമുറ. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അല്ലേ? ഒരു മത്സരഗ്രഹമുള്ള ഒരു തലമുറ. അവരെയൊക്കെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. സ്തോത്രം.
നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ആയാലോ? മാതാപിതാക്കൾ അനുഭവിക്കുന്ന തലവേദനയും ബുദ്ധിമുട്ട് എത്ര വലുതെന്നറിയോ? നമ്മുടെ മക്കൾ ഒരു മത്സര മനോഭാവമുള്ള മക്കളായി മാറിയാലോ? ആ കുടുംബം ഭയങ്കര പ്രതിസന്ധിയിലായിരിക്കും. ഒരു സഭ ദൈവദാസനുള്ളതായ ബന്ധത്തിൽ ഒരു മത്സര മനോഭാവമായി മാറിയാലോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു രാഷ്ട്രീയ ഭരണ രീതികൾ നടക്കുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ഗവൺമെന്റിനോട് ജനങ്ങളെല്ലാം മത്സരമുള്ളവരായി മാറിയാലോ? ഒന്നും നടക്കത്തില്ല. എന്നും അടിയും ബഹളവും സമരവും ധർണയും വിക്കറ്റും ലാത്തിച്ചാർജും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല. ഇതുപോലെയായിരുന്നു യിരെമ്യാവിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തോടും ദൈവത്തിൻ്റെ പ്രമാണത്തോടൊക്കെ മത്സരമുള്ള ഒരു തലമുറ, മത്സര മനോഭാവമുള്ളൊരു തലമുറ. അവർ ദൈവത്തിൽ നിന്ന് വളരെ അകന്നു നിൽക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇങ്ങനെയുള്ള സമയം വരുമ്പോഴാണ് നമ്മൾ തലയെ കൈവയ്ക്കുന്നത്, ശപിക്കുന്നതൊക്കെ അല്ലേ? പക്ഷെ യിരെമ്യാവ് ആ സമയത്ത് ദൈവത്തോടൊരു കൃപാവരം ചോദിച്ചു വാങ്ങി. ദൈവത്തോടൊരു കൃപാവരം ചോദിച്ചു വാങ്ങി. സ്തോത്രം. ദൈവത്തോട് പറഞ്ഞു, പ്രവചനം കൊണ്ട് കാര്യം നടക്കത്തില്ല. വലിയ വലിയ ശുശ്രൂഷകൾ കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ മത്സരഗ്രഹത്തെ ദൈവത്തോട് അടുപ്പിക്കാൻ, ദൈവത്തിന് പ്രയോജനമുള്ളതാക്കി മാറ്റാൻ യിരെമ്യാവ് ദൈവത്തോട് ചോദിച്ചതെന്നറിയാവോ? അതിൻ്റെ 9-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു. സ്തോത്രം. ആ ആ ആ സ്തോത്രം. ദൈവത്തോട് ചോദിച്ചത്, ഒരു തല കണ്ണുനീർ എനിക്ക് തരണം. എൻ്റെ തല മുഴുവൻ എന്താകണം? വെള്ളം. എൻ്റെ തല, ഒരു തല വെള്ളം. സ്തോത്രം. ഒരു തല വെള്ളം. പ്രൈസ് ദി ലോർഡ്. ആ വെള്ളം ഒഴുക്കാൻ 2 കണ്ണ് തുറന്ന് അതിനകത്തൂടെ കണ്ണുനീരായിട്ട് അത് വെള്ളം പുറത്തു വരണം. വീപ്പിംഗ് പ്രൊഫറ്റ്, കരയുന്ന പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഒറ്റ പ്രവാചകനാണ് ബൈബിളിലുള്ളത്. അത് യിരെമ്യാവാണ്. യിരെമ്യാവിന് മനസ്സിലായി, ഇന്നത്തെ ഈ തലമുറയുടെ ഈ വിഷയത്തിൻ്റെ നടുവിൽ കൊടുമ്പുരി കൊണ്ട് നിൽക്കുന്ന, മാറാത്ത വ്യാധി പോലെ നിൽക്കുന്ന ഈ വിഷയത്തിന് മുമ്പിൽ പ്രവചനമൊക്കെ ഉണ്ട്, നല്ലതാണ്. എത്ര നല്ല പ്രവാചകനാണ് ഞാൻ! വലിയ പ്രവാചകന്മാരിൽ ഒരുവനാണ് യിരെമ്യാവ്. പക്ഷെ പ്രവചിച്ചിട്ട് നടക്കുന്നില്ല. ശുശ്രൂഷ കൊണ്ട് നടക്കുന്നില്ല. കഴിവും കൃപകൾ കൊണ്ട് നടക്കുന്നില്ല. അതിന് നടത്താനുള്ള ഒറ്റ പോംവഴിയാ കണ്ണുനീര്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അധികം കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോണം, നീ ഭാഗ്യവതിയാ. കണ്ണുനീരുണ്ടോ, നീ രക്ഷപ്പെടാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. കരയുന്നവരെന്നും കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അത് നീ പരാജയപ്പെടത്തില്ല. എനിക്ക് ഗതി വന്നല്ലോ എന്ന് നീ പറയരുത്. കണ്ണുനീര് ഒരു അനുഗ്രഹമാണെന്ന് ഇന്ന് പലക്കാലം സഭയോട് കർത്താവ് പറയുകയാ. കണ്ണുനീര് നിനക്കൊരു അനുഗ്രഹമാണ്. അത് ശാപമല്ല. അത് നിന്റെ ഗതികേടായി കാണരുത്. അതൊരു അനുഗ്രഹമായി കാണണം. സ്തോത്രം. സ്തോത്രം. പണമുണ്ട്, കഴിവുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്, ഓക്കെ. പക്ഷെ കാര്യം നടക്കത്തില്ല. അതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. വാഗ്ദത്തമുണ്ട്. പ്രവാചകനും പ്രവാചകിയൊക്കെ എന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മത്സരഗ്രഹമാണല്ലോ, അങ്ങും ഇങ്ങും എത്തുന്നില്ലല്ലോ. കർത്താവേ, എന്താ ഇങ്ങനെ ഈ കാലാവസ്ഥ, ഇങ്ങനെ എന്താ എൻ്റെ സ്ഥിതി ഇങ്ങനെ?
നീ ഭാരപ്പെടരുത്. ദൈവത്തോട് പ്രത്യേകം ചോദിച്ചു വാങ്ങുക. ഒരു തല വെള്ളം വാങ്ങുക. ഒരു തല വെള്ളം. പ്രൈസ് ദി ലോർഡ്. നിന്റെ തല നിറച്ചു വെള്ളം കൊണ്ട് നിറയട്ടെ. നിന്റെ ബുദ്ധി വേണ്ട, അമ്മേ, കഴിവുകൾ വേണ്ട, ജ്ഞാനം വേണ്ട, സാമ്പത്തികം വേണ്ട, അമ്മേ, നിനക്ക് പ്രശംസിക്കാൻ ഒന്നും വേണ്ട. നിന്റെ തല നിറച്ച് വെള്ളമുണ്ടെങ്കിൽ അത് കണ്ണുനീരായി ഒഴുക്കാൻ ഇന്ന് വരക്കാൽ ദൈവസന്നിധി തയ്യാറാകുക. ചില ശാപത്തിന്റെ കെട്ട്, ചില മത്സരത്തിന്റെ കെട്ട്, ചില രോഗത്തിന്റെ കെട്ട് ഇന്ന് വരക്കാൽ അഴിഞ്ഞു വീഴാൻ പോകുകയാ യേശുവിന്റെ മുമ്പിൽ. കണ്ണുനീര് അനുഗ്രഹം കേട്ടോ. കരയുന്നവരോട് കർത്താവ് പറയുക, അത് എനിക്കൊരു അനുഗ്രഹമാണ്. കരയുന്ന നിന്നെ കർത്താവ് ചിലത് കാണിച്ചു തരും. കരയെന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലാണ് നീ കരയുന്നത്? അത് മുഴുവൻ അവന്റെ കാൽക്കലായിരിക്കണം വീഴേണ്ടത്. വേദപുസ്തകത്തിൽ ആരെല്ലാം മനസ്സ് നുറുങ്ങി, ആരെല്ലാം കണ്ണുനീർ വീഴ്ത്തിയിട്ടുണ്ട്, അവിടെയെല്ലാം എൻ്റെ കർത്താവ് നിന്നിട്ടുണ്ട്. അവരുടെ വിഷയം കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവസഭയെ നിന്റെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവമാണെന്ന് പറഞ്ഞ് നീ അതിനെ ചെറുതായി കാണരുത്. എന്റെ ഗതി ഇങ്ങനെ ആയോ എന്ന് മാറരുത്. നീ പറയരുത്. അതിന്മേൽ ഒരു അനുഗ്രഹം കർത്താവ് വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരിന്റെ ശക്തി എത്ര വലുതെന്നറിയോ? നിന്റെ കൈ കെട്ടപ്പെടുമ്പോൾ, നിന്റെ കാല് കെട്ടപ്പെടുമ്പോൾ, നിന്റെ മൈൻഡ് കെട്ടപ്പെടുമ്പോൾ, നിന്റെ സാമ്പത്തിക മേഖല കെട്ടപ്പെടുമ്പോൾ, നിന്റെ ആരോഗ്യ മേഖല കെട്ടപ്പെടുമ്പോൾ, ഒരു കുതിര ശക്തിയെ പോലെ പുറത്തേക്ക് വരുന്നതാണ് കണ്ണുനീർ തുള്ളികൾ. കണ്ണുനീരിന് വളരെ പവറുണ്ട്, കണ്ണുനീരിന് വളരെ ശക്തിയുണ്ട്. അതുകൊണ്ട് ആ വചനം പറയുന്നത്, നീ കണ്ണുനീരോടുകൂടെ വിതച്ചേ. ആ വിതച്ച വിത്തിന് പ്രത്യേകതയുണ്ട്. കണ്ണുനീരോടുകൂടെ വിതച്ചത് ആർപ്പോടുകൂടെ കിളിർക്കും. നീ കൊയ്യുന്നതും ആർപ്പോടുകൂടെ ആയിരിക്കും. ഈ ആരാധന മധ്യത്തിൽ, പ്രാർത്ഥനയിൽ, ഈ ആരാധനാലയത്തിന്റെ ഭവനത്തിനകത്ത് കണ്ണുനീരോടെ വിതയ്ക്ക്, കണ്ണുനീരോടെ വിതയ്ക്ക്. അത് മറ്റുള്ള വിതയേക്കാൾ വ്യത്യസ്തമാ. അത് ആർപ്പോടെ കൊയ്യോ. ഹല്ലേലൂയ. മത്സരഗ്രഹത്തെ നേടാൻ ഏറ്റവും നല്ല മാർഗമാണ് ഒരു തല വെള്ളം. അത് മാത്രം ദൈവത്തോട് ചോദിച്ചാൽ മതി. ഒരു തല വെള്ളം. ഹല്ലേലൂയ. യിരെമ്യാവേ, പ്രവചനമാണോ വലുത്, കണ്ണുനീരാണോ വലുത്? പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവ് അതിന്റെ വിലയൊന്നും ഒന്നിനെയും കാണുന്നില്ല. പക്ഷെ യിരെമ്യാവ് പറയുക, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കണ്ണുനീരാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധിയിൽ ഒഴുക്കിയ കണ്ണുനീർ കാണുന്ന ദൈവ സഭയോട് പറയാൻ തന്ന ആലോചനയാ. ഹല്ലേലൂയ. നീ കണ്ണുനീരോട് കൂടെയാണ് വിതയ്ക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, ചാണകത്തിൽ മുക്കി വളമിട്ട് വിതയ്ക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നത് ആർപ്പോടെ നീ കൊയ്യാൻ പോകുകയാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ചിലർക്ക് ദൈവം സമീപസ്ഥനാണ്, ചിലർക്ക് ദൈവം ദൂരസ്ഥനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിലുള്ളവർക്ക് നിന്റെ ദൈവം ദൂരസ്ഥനായി നിൽക്കുന്നെങ്കിൽ, നീ ആ ദൈവത്തോട് ഏറ്റവും സമീപത്തേക്ക് ചെല്ല്. ഒരു തല വെള്ളവുമായിട്ട് നീ ദൈവസന്നിധിയിലേക്ക് ചെല്ല്. വേറെ ഒരു ചുമടും നിന്റെ തലയിൽ വേണ്ട, വേറെ ഒന്നും ചുമിക്കൊണ്ട് നീ പോകണ്ട.
നീ ദൈവത്തിലേക്ക് ചെല്ലേണ്ടത് ഒരു തല കണ്ണുനീരുമായിട്ട് ചെല്ല്. ഹല്ലേലൂയ. അത് മുഴുവൻ നീ കരഞ്ഞു തീർക്ക്. അരിമനാഥന്റെ പാദപീഠത്തെങ്കിൽ ആ കണ്ണുനീർ വീഴ്ത്ത്. ആമേ, എൻ്റെ ദൈവം നിന്റെ തലമുറയ്ക്ക് സമീപസ്ഥനായി വരുന്നത്, നിന്റെ തലമുറ ദൈവത്തോട് അടുത്തു വരുന്നത്. ആമേ, മത്സരഗ്രഹം ദൈവത്തിൽ നിന്നും അകന്നു പോയത്, നിന്നെ ക്ലേശിപ്പിക്കുന്ന രോഗം സൗഖ്യമാകുന്നത്, നിന്നിലുള്ള ചില പൈശാചിക ബന്ധനം ആമേ അഴിഞ്ഞു പോകുന്നത്, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത്, നിന്റെ കുഞ്ഞ് പരീക്ഷയിൽ പാസ്സാകുന്നത്, ആത്മീകമായി കൃപാവരത്തോടെ ജ്വലിക്കുന്നത് നീ കാണാൻ പോകുകയോ? ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സാന്തരപ്പെടുക എന്നാണ്. ദൈവത്തോട് അടുക്കുക, മനസ്സാന്തരപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക, ദൈവവചനം ധ്യാനിക്കുക, ആ ദൈവത്തെ പാടുക, ആ ദൈവത്തെ ആരാധിക്കുക, ആ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുക. ആമേൻ. ഇതാ ദൈവത്തോട് അടുക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ദൈവത്തോട് അടുത്തിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കാൻ പറ്റും. അപ്പൊ ദൈവം ഇരമ്യാവോട് ചോദിച്ചു, ഇരമ്യാവേ, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാണ്, ഞാൻ ദൂരസ്ഥനായ ദൈവമാണ്. ഞാൻ അകന്നു പോയാൽ ആ അകൽച്ച നികത്താൻ ഈ ഭൂമിയിൽ മറ്റാർക്കും കഴിയത്തില്ല. ഞാൻ അടുത്തു വന്നാൽ അതുപോലെ ചേർന്നിരിക്കാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യെശയ്യാവിനോട് കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്. കർത്താവ് തന്നെ പരിചയപ്പെടുത്തുക, കർത്താവ് ആരാണെന്ന്. സ്തോത്രം. ആ വാക്യം ഒന്ന് എടുത്തേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, 57-ാം അധ്യായം 15-ാമത്തെ വാക്യം. 57:15. ആ ആ സ്തോത്രം. ദൈവം ദൈവത്തെ തന്നെ പരിചയപ്പെടുത്തുന്നതാണ്. നമ്മുടെ പേരിൻ്റെ മുമ്പിൽ രണ്ടക്ഷരം വന്നാൽ നമുക്ക് പെട്ടെന്ന് അയാളെ മനസ്സിലാകും. ഇപ്പം എൻ്റെ പേരിൻ്റെ മുമ്പിൽ ഒരു പാസ്റ്റർ എന്നിട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഞാൻ ആരാണെന്ന്. ആ ഒറ്റ വാക്കുകൊണ്ട് നിങ്ങൾക്ക് മൊത്തം മനസ്സിലാക്കാൻ പറ്റും. ഒരു പേരിൻ്റെ മുമ്പിൽ ഒരു ഡോക്ടർ എന്നിട്ടാലോ, ഒരു പ്രൊഫസർ എന്നിട്ടാലോ, സ്തോത്രം, അപ്പം നമുക്ക് ആ വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും, നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ കർത്താവ് തൻ്റെ പേരിൻ്റെ മുന്നിൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ, ആഴം, ദൈവത്തിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി യെശയ്യാവിലൂടെ പറയുകയാണ്, ഞാൻ ആരാണെന്ന് എൻ്റെ ജനത്തോട് പറയണം. ഞാൻ ആരാണ്? ഞാൻ ഉന്നതനായ ദൈവം. ഉന്നതനായ ദൈവം. സ്തോത്രം. ഉയർന്നിരിക്കുന്ന ദൈവം, ഉയർന്നിരിക്കുന്ന ദൈവം. ആ ശാശ്വതവാസി. ആ പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ. പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ. ദൈവത്തിൻ്റെ പേരിൻ്റെ, ദൈവം എന്നുള്ളതിൻ്റെ മുൻപിൽ എഴുതുന്ന ചില വാക്കുകളാണത്. സ്തോത്രം. അതിന് മീതെ ഒരാളില്ല. ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഈ ഒരു പദങ്ങളൊന്നും നിങ്ങൾ ഭൂമിയിൽ ആരും എടുക്കരുത്. പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ ഞാൻ മാത്രമാണ്. ഞാൻ മാത്രമാണ് ഏറ്റവും ടോപ്പ്. അതുകൊണ്ട് അത്യുന്നതൻ എന്ന പദത്തിൽ കർത്താവ് അറിയപ്പെടുന്ന അത്യുന്നതൻ. ഉന്നതൻ നീ,
അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമും ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ വാമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവ് പോരാ, എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഉന്നതൻ, അത്യുന്നതൻ. സ്തോത്രം. ഓൾമൈറ്റി, സകല നാമത്തിനും മേലായ നാമം, സർവശക്തനായ ദൈവം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഉന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം ചിലരുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നോട് സംസാരിച്ച വചനം അതാണ്. അത്യുന്നതനായ ദൈവം ഇന്ന് നിന്നോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വലിയവരൊന്നും നമ്മുടെ കൂടെ വസിക്കുവോ? പഞ്ചായത്ത് മെമ്പറിന്റെ വില എന്നല്ലേ?
ഒരു MLA നമ്മുടെ കൂടെ വന്ന് വസിക്കുമോ? ഒരു മന്ത്രി വസിക്കുമോ? പ്രധാനമന്ത്രി വന്ന് വസിക്കുമോ നമ്മുടെ കൂടെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര കണ്ണുനീരും ദുഃഖവും ഉണ്ടെങ്കിലും വന്ന് കണ്ട് ഒരു ആശ്വാസവാക്കൊക്കെ പറഞ്ഞെന്ത് ചെയ്യും? അവർ പോകും. ഒരു രാത്രി ആരുടെ കൂടെ ഏതെങ്കിലും ഒരു മന്ത്രി വസിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ നിന്നോട് കൂടെ വസിക്കുമെന്നും നിന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞവൻ ഒരുവൻ മാത്രമാണ്. സ്തോത്രം. ആ ഉന്നതനായ ദൈവം ആരുടെ കൂടെയാണ് വസിക്കുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്താൻ. മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെ. എന്താ മനസ്താപം എന്ന് പറഞ്ഞാൽ? പശ്ചാത്താപം. പശ്ചാത്താപമുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിന്റെ കൂടെ പാർക്കുമെന്ന്. കർത്താവ് വരുന്നതിനെ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. സ്തോത്രം. സക്കായിയുടെ ഹൃദയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സ്തോത്രം. പിടിച്ചുപറിക്കാരനും ചതിയനുമാണ് സക്കായി. പക്ഷേ ആ സക്കായി മരത്തിന് മുകളിലിരിക്കുമ്പോൾ കർത്താവ് മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് മുകളിലേക്ക് നോക്കി ഒറ്റ വാക്ക് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നോട് കൂടെ പാർക്കാൻ പോവുകയാണ്. ആ നോട്ടത്തിൽ അവന് മനസ്താപം ഉണ്ടായി. ഒറ്റ നോട്ടത്തിൽ. 1000 പ്രസംഗമൊന്നും കേൾക്കേണ്ട ദൈവമക്കളെ, ഒരൊറ്റ വചനം മതി. നിന്റെ ഹൃദയത്തിനകത്ത് അത് ഇടിത്തീ പോലെ വീണിട്ട്, ഹല്ലേലൂയ, നീ ആളുമാറിയവനെ പോലെയാകും. ക്ഷമിക്കാത്ത കുറ്റങ്ങൾ നീ ക്ഷമിക്കും, പൊറുക്കാത്തവനോട് നീ പൊറുക്കും, ക്ഷമ പറയാത്തവനോട് നീ ക്ഷമ പറയും. നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. അന്ന് എൻ്റെ ദൈവം നിന്റെ കൂടെ വസിക്കും. ഹല്ലേലൂയ. ഒറ്റ നോട്ടം മതി, ഒറ്റ നോട്ടം മതി. സ്തോത്രം. ഒറ്റ നോട്ടം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും അത്യുന്നതനുമായ ദൈവം സക്കായിയെ ഒറ്റ നോട്ടം നോക്കി. നീ പാപിയാന്ന് പറഞ്ഞില്ല, നീ ചതീനാണല്ലോ, അർഹതയില്ലാത്ത പലതും നീ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒറ്റ നോട്ടത്തിൽ അവൻ്റെ മനസ്താപമുള്ള ഹൃദയം കർത്താവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ ഇറങ്ങിയത് എങ്ങനെയാന്ന് എഴുതിയിരിക്കുന്നത്? ബന്ധപ്പെട്ടിറങ്ങി. ഞാൻ ഇറങ്ങി വരുമ്പോഴേക്ക് കർത്താവ് പോകുന്നെങ്കിൽ പോട്ടെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. അല്ല, നമ്മളാണെങ്കിൽ ആ കമ്പയെ പിടിച്ച് പിന്നെ ഈ കമ്പയെ പിടിച്ചെടുത്താൽ തന്നെ പിടിച്ചോണ്ടിരിക്കും. എന്ത് ഈ കൈ എടുത്തു, ഈ കൈ എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ല, വിടത്തില്ല. സ്തോത്രം. പോകുന്നെങ്കിൽ അങ്ങ് പോകട്ടെ. ചില ദൈവിക ആലോചനകളൊക്കെ ഇപ്പൊ പെട്ടെന്ന് തീർന്നെങ്കിൽ അങ്ങ് പോകായിരുന്നു എന്ന് പറഞ്ഞിരിക്കരുത്. നിന്റെ കൂടെ വസിക്കാനുള്ള നിന്റെ വിടുതലിന്റെ ദിനമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് മനസ്താപമുള്ളവരുടെ കൂടെ, മനോവിനയമുള്ളവരുടെ കൂടെ അവൻ വസിക്കുന്നവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്നറിയാവോ? അവർക്ക് ചൈതന്യം വരുത്താൻ. അവർക്ക് ചൈതന്യം വരുത്താൻ നിന്റെ കൂടെ വസിക്കുന്നവനാണ് സർവശക്തനായ ദൈവം തമ്പുരാൻ. വിവിധ കാരണങ്ങളാൽ നമ്മുടെ ചൈതന്യം നഷ്ടപ്പെട്ട കാരണമുണ്ട്. വിവിധ കാരണങ്ങളാൽ നമ്മുടെ ചൈതന്യം. സ്തോത്രം. നമ്മൾ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവരല്ല. കുറച്ചൊക്കെ ആനന്ദത്തോടു കൂടെയൊക്കെ തുള്ളി ചാടി സന്തോഷിച്ച് ജീവിക്കേണ്ടവരാണ്. പക്ഷേ ചില കാരണങ്ങളാൽ നമ്മുടെ ചൈതന്യം പോയാൽ പിന്നെ നമ്മുടെ വായിൽ നല്ല ഒരു വാക്ക് വരത്തില്ല. എത്ര നല്ല ആഹാരം കഴിച്ചാലും അതിനൊരു ടേസ്റ്റ് വരത്തില്ല. എത്ര നല്ല ബെഡ് ഉണ്ടെങ്കിലും നല്ല ഉറക്കം കിട്ടത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ ചൈതന്യം നഷ്ടപ്പെട്ടു പോയ ഒരു ഭക്തനുണ്ട്. ആരാണ്? യാക്കോബ്. യോസേഫിനെ കുറിച്ച് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഒരു കള്ളക്കഥയാണ് എൻ്റെ പുറകിൽ. ചൈതന്യം നഷ്ടപ്പെടാനുള്ള കാരണം പറഞ്ഞ് വിശ്വസിപ്പിച്ചതാ.
എന്താ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്? സത്യമല്ല. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ മകനെ കുറിച്ച് അപ്പനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ചിലർക്ക് പ്രത്യേക ചില താളന്നുണ്ട് പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കാൻ. പാപമല്ല, നമ്മളങ്ങ് വിശ്വസിക്കും. അതെയോ, അപ്പോഴും കുഴഞ്ഞു വീഴുക. അങ്ങനെ ചൈതന്യം പോയതാണ് ആര്? യാക്കോബിൻ്റെ. എന്താ പറഞ്ഞ് വിശ്വസിപ്പിച്ചേ? സ്തോത്രം. 37 ഉൽപ്പത്തി പുസ്തകം 37:33 വാക്യം. ഒരു ദുഷ്ടമൃഗം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മകനെ തിന്നുകളഞ്ഞു. യോസഫിനെ പറിച്ചു കീറിപ്പോയെന്ന് പറഞ്ഞു. അന്ന് അവൻ എന്ത് ചെയ്തു? ഈ പറഞ്ഞ് വിശ്വസിപ്പിച്ചപ്പോൾ അവൻ വസ്ത്രം കീറി സ്തോത്രം. അന്ന് യാക്കോബ് കീറിയതാണ് വസ്ത്രം. പിന്നീട് യാക്കോബ് നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടില്ല. സകല യശസ്സും മഹിമയും 13 മക്കളുടെ അപ്പൻ, രാജാവായി വാഴേണ്ടവനാണ്. ബഹുസമ്പന്നനാണ് യാക്കോബ്. യാക്കോബിൻ്റെ പുത്രന്മാർ, യാക്കോബിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഇതൊക്കെ എത്ര ശ്രേഷ്ഠമെന്നറിയാവോ? സ്തോത്രം. പക്ഷേ ഈ പറഞ്ഞ് വിശ്വസിപ്പിച്ചു, നിന്റെ മകൻ കീറിപ്പോയി, നിന്റെ മകനെ ഏതോ ഒരു കാട്ടുമൃഗം തിന്നുകളഞ്ഞു. സ്തോത്രം. ഈ വാർത്ത കേട്ട ആ നിമിഷം മുതൽ യാക്കോബിൻ്റെ ചൈതന്യം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമ്മുടെ ചൈതന്യം നഷ്ടപ്പെടുന്ന ഏതെങ്കിലും കാര്യം ആരെങ്കിലും പറഞ്ഞു നിന്നെ വിശ്വസിപ്പിച്ചിട്ടുണ്ടോ? നീ എത്ര പരിശ്രമിച്ചാലും നീ ഉയരത്തില്ലെന്നോ, നീ വിജയിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വിശ്വസിക്കും ചിലപ്പോൾ അങ്ങ്. അല്ലെങ്കിൽ നിന്റെ ജീവിതം ഇങ്ങനെയാവോ? സ്തോത്രം. പറഞ്ഞ് വിശ്വസിപ്പിച്ചതിനെ എൻ്റെ ദൈവം തിരുത്തും. നീ വിശ്വാസത്തിൽ നിന്ന് മുമ്പോട്ട് വരണം. ദൈവം നിന്നെക്കുറിച്ച് പറഞ്ഞ് നീ വിശ്വസിക്കുക. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ ദൈവം പറയുകയാ, ഈ ലോകം പറയുന്നത് നീ വിശ്വസിക്കരുത്. ഇന്ന് നീ കടിച്ച് കീറിപ്പോയി എന്ന് പറഞ്ഞ് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ മകൻ ഇന്ന് കൊട്ടാരത്തിൽ ഫറവോൻ കഴിഞ്ഞാൽ രണ്ടാമനായി വാഴുന്ന കാര്യം നീ അറിയുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി കരുതിയതും ദൈവത്തിന്റെ വാഗ്ദത്തം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നതും നീ അറിയാതെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന ചില വിഷയത്തിന് മുമ്പിൽ തല കുനിഞ്ഞിരിക്കുന്നെങ്കിൽ ദൈവം പറയുകയാ, നിന്നെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കും. ആമേ, നിന്നെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കും. പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ തിരിച്ചു പറയിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ചൈതന്യം, നഷ്ടപ്പെട്ടു പോയ കുടുംബം, മഹിമ, നഷ്ടപ്പെട്ടു പോയ ശ്രേയസ് ദൈവം തിരിച്ചു വരുത്തും. സ്തോത്രം. വാഗ്ദത്തമുള്ളതിനെ ഒന്നും കടിച്ചു കുടയത്തില്ല. വാഗ്ദത്തമുള്ളതിനെ കടിച്ച് കീറത്തില്ല. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും നമസ്കരിക്കാനുള്ളവനെ കാട്ടുമൃഗം തിന്നോ? എവിടെ പോയി ദൈവം പറഞ്ഞ വാക്ക്? എവിടെ പോയി ദൈവം പറഞ്ഞ വാഗ്ദത്തം? ഇന്ന് പകൽക്കാലം നിന്റെ തലമുറയോടുള്ള ബന്ധത്തിലും നിന്റെ കുടുംബത്തിലും വെളിപ്പെടാൻ ദൈവം തമ്പുരാൻ അരുളി ചെയ്ത ഒരു വാഗ്ദത്തം നീ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ കയറരുത്. അതിനെ ഇന്ന് പകൽക്കാലം ശാസിച്ചു കളയുക.
പറഞ്ഞവരെ കൊണ്ട് കർത്താവ് തിരുത്തി പറയിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിക്ടറി, 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 വിക്ടറി. ജയം, ജയം. ഇന്ന് വേലക്കാലം യേശുവിന്റെ നാമത്തിൽ ജയം, ജയം. ഓരോ തലമുറയുടെ മേൽ, ഓരോ കുടുംബത്തിന്റെ മേൽ ഇന്ന് വേലക്കാലം വിടുതൽ. ഹല്ലേലൂയ. ദുഷ്ടമൃഗത്താൽ പറിച്ച് കീറിപ്പോയ യോസേഫ്, അവന്റെ വസ്ത്രം ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞവർ തന്നെ 13 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന അപ്പനോട് പറഞ്ഞു, അപ്പാ, നിന്റെ മകൻ യോസേഫ് ജീവനോടെ ഇരിക്കുന്നു. ആ വാക്ക് കേട്ടപ്പം നഷ്ടപ്പെട്ടു പോയ ചൈതന്യം യോസേഫിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ചില ചൈതന്യം നിന്റെ കുടുംബത്തിനകത്തേക്ക്, ഹല്ലേലൂയ, ശത്രു കെട്ടിയ ചില കെട്ടിനെ പൊട്ടിച്ച്, ആമേൻ, ഇന്ന് പകൽക്കാല ചില ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുത്താൻ പോകുകയോ. ഉടയട്ടെ, 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 ഉടയട്ടെ. അന്യായമായി കെട്ടിയത്, ശാപം കൊണ്ട് കെട്ടിയത്, നാക്കുകൊണ്ട് കെട്ടിയത്, വാക്കുകൊണ്ട് കെട്ടിയത്, ആഭിചാരം കൊണ്ട് കെട്ടിയത് ഇന്ന് നിലക്കാലം അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ. ഹല്ലേലൂയ. ആമേൻ. കടിച്ചു കീറുന്നു എന്ന് പറയുന്നതിന്റെ അണപ്പലിനെ കർത്താവ് തകർക്കും. ഹല്ലേലൂയ. ഒരു ദുഷ്ടമൃഗവും തിന്നാൻ ദൈവം യോസേഫിനെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം വിശ്വസിക്ക്, നിന്റെ കുഞ്ഞിനെ ഒരു ശത്രുവും അപഹരിക്കത്തില്ല. അതിന്റെ ഭാവിയെ ഒരു ശക്തിയും ബന്ധിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ദൈവത്തോടടുക്ക മനസ്താവമുള്ള ഹൃദയത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ, ഒരു തല വെള്ളത്തോടെ. എത്ര പേർക്ക് ഇന്ന് പലക്കാലം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാൻ പറ്റും? അവൻ നിന്നോട് അടുത്തു വരും. അവൻ ചില ദൈവപ്രവൃത്തി വർണ്ണിക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം തീ കൊണ്ട ചടനൂൽ പോലെ അത് പൊട്ടിമാറുന്നത് ആത്മാവിൽ കണ്ടവർ ആത്മാവിന്റെ അഭിഷേകത്തോടെ അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം 2 പ്രവാചകനിലൂടെ സംസാരിച്ചതാണ്. യിരെമ്യാവിലൂടെ ദൈവം സംസാരിച്ചു, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമോ? ഞാൻ ദൂരസ്ഥനായ ദൈവമല്ലേ? ഹല്ലേലൂയ. കർത്താവേ, നീ ദൂരെ നിൽക്കരുത്. ഈ ജനത്തെ വിട്ട് നീ ദൂരെ നിൽക്കരുത്. ഈ മത്സരഗ്രഹത്തെ നേടാൻ എനിക്ക് ഒരു തല വെള്ളം മതി. ഹല്ലേലൂയ. ഇന്നത്തെ ഈ പ്രകൃതി മാറാൻ ഒരു തല വെള്ളം എനിക്ക് മതി. ഹല്ലേലൂയ. ദൈവം അത് യിരെമ്യാവിന് കൊടുത്തു. ആ കണ്ണുനീരിന്റെ ഫലമായി ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഒരു തളിർപ്പുണ്ടായി. ആമേൻ. ഒരു മാറ്റമുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാവിനോട് ദൈവം സംസാരിച്ചു, യെശയ്യാവേ, നീ എൻ്റെ ജനത്തോട് പറയണം, ഞാൻ ഉന്നതനാണ്, ഞാൻ അത്യുന്നതനാണ്, പരിശുദ്ധൻ എന്ന നാമമാണ് എൻ്റെ നാമം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ചിലരുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ആസാഫ് പറഞ്ഞത്, എനിക്കെൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറ്റവും
ഏറ്റവും നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം അടുത്തിരിക്കുമ്പോൾ എന്താണ് പ്രയാസം? കൊടുങ്കാറ്റോ തിരമാലകളോ അമ്മ എത്ര വലിയ പ്രതിസന്ധി നിന്റെ ബോട്ടിന് നേരെ, നിന്റെ പടകിന് നേരെ ആഞ്ഞടിച്ചാലോ അവൻ ആ പടകിൽ അടുത്തുണ്ടെങ്കിൽ ആ പടക് മുങ്ങത്തില്ല, അവൻ അവിടെ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് വീട്ടിൽ, ഏത് ഫംഗ്ഷനിൽ, എവിടെയാണോ പ്രതിസന്ധി ഉള്ളത്, കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ, ആ പ്രതികൂലത്തെ ജയിക്കുവാൻ കർത്താവ് കൃപ നൽകും. ഹല്ലേലൂയ. ഈ വചനം ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് ആ കരമൊന്നുയർത്തി വിശ്വാസത്തോടെ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ വചനത്താൽ ദൈവം ഇന്ന് പകൽ നമ്മെ അനുഗ്രഹിക്കുകയും ഈ വചനത്താൽ നമ്മെ വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ.